Angle of rotation of plane polarized light is measured by an instrument called polarimeter. ഈ പൊളാരിമീറ്റർ എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാണ് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിന് രണ്ട് തരത്തിലുള്ള റൊട്ടേഷൻ ഉണ്ട്. ഒന്ന് ഡെക്സ്ട്രോ റൊട്ടേറ്ററി അല്ലെങ്കിൽ ഡി ഫോം എന്നാണ് പറയുക. കോമ്പൗണ്ട്സ് ദാറ്റ് റൊട്ടേറ്റ് ദി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ടു റൈറ്റ്. വലത്തോട്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയും, അല്ലെങ്കിൽ ഡി ഫോം. ലേവോ റൊട്ടേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനെ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് ലേവോ റൊട്ടേറ്ററി അല്ലെങ്കിൽ എൽ ഫോം എന്ന് പറയാം. ഡി ആൻഡ് എൽ ഫോം ഓഫ് എ കോമ്പൗണ്ട് ആർ കാൾഡ് ഓപ്റ്റിക്കൽ ഐസോമേഴ്സ് ആൻഡ് ദി ഫിനോമിനൻ ഈസ് കോൾഡ് ഓപ്റ്റിക്കൽ ഐസോമറിസം. അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് പറയാം? ഓപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ് നമുക്ക് പറയാം. ആ ഫിനോമിനെയാണ് എന്ത് പറയുന്നത്? ഓപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. അസിമെട്രിക് കാർബൺ ഓർ സ്റ്റീരിയോ സെൻറ്റർ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകളാണ്. എന്താണ് അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ സ്റ്റീരിയോ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാർബൺ ആറ്റം വിത്ത് ഓൾ ദി 4 സബ്സ്റ്റൻസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്സ് ആർ ഡിഫറെൻറ്റ്. ഒരു കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള 4 ഗ്രൂപ്പുകളും, 4 വാലൻസിയാണുള്ളത് കാർബൺ നമുക്കറിയാം. ഈ 4 ഗ്രൂപ്പുകളും ഡിഫറെൻ്റ് ആണെങ്കിൽ അത്തരം കാർബണെ പറയുന്ന പേരാണ് അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ സ്റ്റീരിയോ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദി ഓബ്ജക്റ്റ് വിച്ച് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ദെയർ മിറർ ഇമേജ് ആർ നോൺ ആസ് കൈറാൽ ആൻഡ് ദി പ്രോപ്പർട്ടി ഈസ് കോൾഡ് കൈറാലിറ്റി. ഓക്കെ, എന്താണ് കൈറാൽ, എന്താണ് കൈറാലിറ്റി? ഒപ്റ്റിക്കൽ ഐസോമറിസവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് കൈറാൽ അല്ലെങ്കിൽ കൈറാലിറ്റി. ദി objects which are non superimposable there on their mirror images. ഓക്കെ, ഈ ഒബ്ജക്റ്റും മിറർ ഇമേജ് എപ്പോഴും നമുക്കറിയാം. ഒരു കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റും മിറർ ഇമേജും ലെഫ്റ്റും റൈറ്റും മാറി വരാം. ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് ഇതായിരിക്കും, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇത് മിറർ ഇമേജ് ആണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റും മിറർ ഇമേജും കൂടി ഇങ്ങനെ ഒന്നൊന്നിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ അതെന്താണ്? ദാറ്റ് കോമ്പൗണ്ട് ഈസ് കൈറാൽ. ഇനി സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ നോൺ കൈറാൽ ആണെന്ന് പറയും. അപ്പോൾ പറഞ്ഞത് ഓബ്ജക്റ്റ് വിച്ച് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ദെയർ മിറർ ഇമേജ് ആർ നോൺ ആസ് കൈറാൽ ആൻഡ് ദി പ്രോപ്പർട്ടി ഈസ് കോൾഡ് കൈറാലിറ്റി. അപ്പോൾ ഇത് ഒബ്ജക്റ്റ് ആണ്, ഇത് ലെഫ്റ്റ് കണ്ണാടിയിൽ കാണുന്ന, മിററിൽ കാണുന്ന മിറർ ഇമേജ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നൊന്നിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിളാണ്. കാരണം എന്താ? ഇങ്ങനെ ഒന്നൊന്നിനെ മറക്കുന്നില്ല, ആണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ. മറക്കുകയാണെങ്കിൽ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് ഇത്തരം സ്ട്രക്ചറുകളെ നമ്മൾ കൈറാൽ സ്ട്രക്ചർ അല്ലെങ്കിൽ കൈറാൽ എന്ന് പറയും. ആ ഫിനോമിനന് പറയുന്ന പേരാണ് കൈറാലിറ്റി എന്ന് പറയുന്നത്. നോക്കുക, ഇപ്പോൾ ഈ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഒരു പെന്ന് അല്ലെങ്കിൽ ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു എന്താണ്, രണ്ട് ഭാഗവും ഈ ഭാഗവും ഒരുപോലെയുള്ളതാണെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഭാഗവും ഒരേപോലെയാണെങ്കിൽ ഇത് എങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒബ്ജക്റ്റും മിറർ ഇമേജും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അത് സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കും. ഒന്നൊന്നിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ ഇമ്പോസിബിൾ ആകും. അത്തരം ഒബ്ജക്റ്റുകളെ, അത്തരം സ്ട്രക്ചറുകളെയാണ് പറയുന്നത് നോൺ കൈറാൽ ഒബ്ജക്ട്സ് എന്നാണ് അതിന് പറയുന്നത്. ദ ഒബ്ജക്റ്റ് വിച്ച് ആർ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ദെയർ മിറർ ഇമേജസ് ആർ കോൾഡ് അക്കൈറാൽ അല്ലെങ്കിൽ നോൺ കൈറാൽ എന്ന് പറയാം. കൈറാൽ അല്ലെങ്കിൽ നോൺ കൈറാൽ എന്നാണ് പറയാം. Enantiomers are stereoisomers which are non-superimposable mirror images. Enantiomers are stereoisomers. Enantiomer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ stereoisomer ആണ്, ഒപ്റ്റിക്കൽ ഐസോമർ ആണ്. which are non-superimposable mirror images. അത് ഒബ്ജക്റ്റും മിറർ ഇമേജും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കും. There are 3 outcomes for reaction at an asymmetric carbon atom. ഒരു അസിമെട്രിക് കാർബൺ ആറ്റം ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അവിടെ 3 സ്റ്റീരിയോ കെമിക്കൽ ഔട്ട്കംസ് ഉണ്ടാവും. പ്രോഡക്റ്റിൻ്റെ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ 3 തരത്തിൽ നമുക്ക് കാണാം. ഒന്ന് ഇൻവേർഷൻ നടക്കാം, മറ്റൊന്ന് റിട്ടൻഷൻ നടക്കാം, മറ്റൊന്ന് റെസിമൈസേഷൻ നടക്കാം. അങ്ങനെ 3 എണ്ണമാണ്: ഇൻവേർഷൻ, റിട്ടൻഷൻ ആൻഡ് റെസിമൈസേഷൻ. ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഈ ഇടത്ത് ഭാഗത്ത് കാണുന്നതാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. നമുക്ക് ആ സെൻറ്ററിലുള്ളതിൻ്റെ നേരെ ഇൻവേർട്ടഡ് രൂപമാണ് ഇപ്പുറത്തുള്ളത്. അതിൻ്റെ ഇടതും വലതും മാറിയ ഒരു ഭാഗമാണ് ഇവിടെ ഉള്ളത്. പിന്നെ സെൻട്രലുള്ളതിന് അങ്ങോട്ടാണ് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇവിടെ ഡോട്ടഡ് ഹൈഡ്രജൻ അങ്ങോട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഡാഷ്ഡ് വെഡ്ജ് ഹൈഡ്രജൻ അങ്ങോട്ടാണെങ്കിൽ അതിൻ്റെ ഈ പുറത്തുള്ള സ്ട്രക്ചറിൽ ഡാഷ്ഡ് വെഡ്ജ് ഹൈഡ്രജൻ ഇപ്പുറത്തേക്കാണ്. അതാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. നേരെ വലതു ഭാഗത്തുള്ളത് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. അവിടെ അതേപോലെ തന്നെയാണ് അപ്പുറത്തുള്ളത്. അതായത് കോൺഫിഗറേഷൻ അതേപോലെ നിലനിർത്തുകയാണ്. എന്ത് ചെയ്യുക, ഇൻവേർട്ട് ചെയ്യപ്പെടുന്നില്ല. ഏത് ഭാഗത്തേക്കാണോ ഡാഷ്ഡ് വെഡ്ജ് ഹൈഡ്രജൻ ഉള്ളത് അതേ ഭാഗത്തേക്കാണ് വലതു ഭാഗത്ത് ഡാഷ്ഡ് വെഡ്ജ് ഹൈഡ്രജൻ ഉള്ളത്. ഇനി സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളതാണ് റെസിമൈസേഷൻ. റെസിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50:50 മിക്സ്ചർ. അതായത് രണ്ട് സ്റ്റീരിയോ ഐസോമേഴ്സിൻ്റെ ഈക്വൽ ഇക്യു മോളാർ മിക്സ്ചറിനെയാണ് റെസിമിക് മിക്സ്ചർ എന്ന് പറയുക. അങ്ങനെ ആ റെസിമിക് മിക്സ്ചർ ഉണ്ടാകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റെസിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെസിമൈസേഷൻ എന്ന് പറഞ്ഞാൽ 50:50 മിക്സ്ചറാണ് ഉണ്ടാവുക. രണ്ട് ഫോമിന്, ഡി ഫോമിൻ്റെയും എൽ ഫോമിൻ്റെയും ഇക്യു മോളാർ മിക്സ്ചറിനെയാണ് റെസിമിക് മിക്സ്ചർ എന്ന് പറയുന്നത്. ആ റെസിമിക് മിക്സ്ചർ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റെസിമൈസേഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതിൽ റിയാക്ഷൻ വിത്ത് അമോണിയ, അതിന് പറയുന്ന പേര് ഹോഫ്മാൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് ആൽക്കഹോളിക് അമോണിയയുമായിട്ട് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു മിക്സ്ചർ ഓഫ് അമീൻസ് ആണ് കിട്ടുക. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ക്വാട്ടേർണറി അമീൻസിൻ്റെ ഒരു മിക്സ്ചറാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് RX plus NH3 gives RNH2, R2NH, R3NH. അപ്പോൾ അവിടെ ഒരു മിക്സ്ചറാണ് കിട്ടുക. ഇഫ് അമോണിയ ഈസ് ഇൻ എക്സസ്, അമോണിയ എക്സസ് ആണെങ്കിൽ നമുക്ക് പ്രൈമറി അമീൻ മാത്രമേ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഓഫ്മാൻസ് റിയാക്ഷൻ്റെ നമുക്ക് ആൽക്കഹോളിക് അമോണിയ ഉപയോഗിക്കുകയാണെങ്കിൽ മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റ് ആണ് കിട്ടുക. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടേർണറി അമോണിയം അമീൻസിൻ്റെ ഒരു പിന്നെ അമോണിയം സാൾട്ട് അടക്കമുള്ള ക്വാട്ടേർണറി അമോണിയം സാൾട്ട് അടക്കമുള്ള ഒരു അമീൻസിൻ്റെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീൻസും ക്വാട്ടേർണറി അമോണിയം സാൾട്ടും ഉൾപ്പെടുന്ന പ്രോഡക്റ്റിൻ്റെ മിക്സ്ചറാണ് കിട്ടുക. എന്നാൽ എക്സസ് അമോണിയ ആണെങ്കിൽ നമുക്ക് പ്രൈമറി അമീൻ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. എലിമിനേഷൻ റിയാക്ഷൻ, ബീറ്റ എലിമിനേഷൻ റിയാക്ഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്കറിയാം ആൽഫ ഹൈഡ്രജൻ, ബീറ്റ ഹൈഡ്രജൻ ഒക്കെ നമുക്കറിയാം. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയാം. ബീറ്റ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അതിനും തൊട്ടടുത്തുള്ള ആൽഫ കാർബൺ ആറ്റത്തിന് തൊട്ടടുത്തുള്ള കാർബൺ ആറ്റത്തെ ബീറ്റ കാർബൺ ആറ്റം എന്ന് പറയും. അപ്പോൾ ഇവിടെ ബീറ്റ എലിമിനേഷൻ ഓൺ ഹീറ്റിംഗ് ഹാലോ ആൽക്കൈൻസ് containing beta hydrogen atom with alcoholic KOH solution, elimination of hydrogen from beta carbon and a halogen from alpha carbon atom takes place. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു എലിമിനേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് നമ്മൾ ഒരു ബേസിൻ്റെ പ്രസൻസിൽ ഒരു ബേസ് വരുന്ന സമയത്ത് ആ ഹൈഡ്രജനെ ബീറ്റ ഹൈഡ്രജനെ റിമൂവ് ചെയ്യപ്പെടും. ബീറ്റ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹലജനാറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം ആൽഫ കാർബൺ ആറ്റം, അതിന് തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം ബീറ്റ കാർബൺ ആറ്റം, ആ കാർബൺ ആറ്റത്തിൻ്റെ മുകളിലുള്ള ഹൈഡ്രജനെ ബീറ്റ ഹൈഡ്രജൻ എന്ന് പറയും. അപ്പോൾ ആ ബീറ്റ ഹൈഡ്രജനെ ബേസ് റിമൂവ് ചെയ്യും. അപ്പോൾ പിന്നെ ഹലജനും റിമൂവ് ചെയ്യപ്പെടും. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൽക്കീനാണ് കിട്ടുക. പ്രോഡക്റ്റായിട്ട് ആൽക്കീൻ കിട്ടും. ഈ റിയാക്ഷനെയാണ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ ബീറ്റ എലിമിനേഷൻ നടക്കുന്ന സമയത്ത് നേരത്തെ മർക്കാണിക്കോഫ് റൂൾസ് പറഞ്ഞതുപോലെ ഇവിടെ സൈഡ്സ് ഓഫ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ഇൻ ഡീഹൈഡ്രോഹലജനേഷൻ റിയാക്ഷൻ ദി ആൽക്കീൻസ് വിത്ത് ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി ഡബ്ലി ബോണ്ടഡ് കാർബൺ ആറ്റം ഈസ് പ്രിഫറബിളി ഫോംഡ്. ഇവിടുത്തെ കണ്ടീഷൻ ഉള്ളത് 2 ബീറ്റ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ, ബീറ്റ എലിമിനേഷൻ നടക്കുന്ന സമയത്ത് 2 ബീറ്റ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഏത് ബീറ്റ ഹൈഡ്രജനാണ് എലിമിനേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് സൈഡ്സ് ഓഫ് റൂളിൽ പറയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു മൈനർ പ്രോഡക്റ്റ് ഉണ്ടാവും, ഒരു മേജർ പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആൽക്കീൻസ് വിത്ത് ദി ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി ഡബ്ലി ബോണ്ട് കാർബൺ ആറ്റം ഈസ് പ്രിഫറബിളി ഫോംഡ്. അപ്പോൾ എപ്പോഴും ഉണ്ടാവുക 2 ബ്രോമോ പെൻറ്റൈൻ ആണ്. 2 ബ്രോമോ പെൻറ്റൈൻ വരുമ്പോൾ
ഒന്നാമത്തേലുണ്ട് മൂന്നാമത്തേലുണ്ട് ബീറ്റ ഹൈഡ്രജൻ. അപ്പോൾ അവിടെ രണ്ട് പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ഒന്ന് പെൻറ്റ് 2 ഈനും ഉണ്ടാവും, പെൻറ്റ് 1 ഈനും ഉണ്ടാവും. അപ്പോൾ മേജർ പ്രോഡക്റ്റ് എപ്പോഴും പെൻറ്റ് 2 ഈനായിരിക്കും. അപ്പോൾ എപ്പോഴും സൈഡ്സെഫ് റൂൾ പ്രകാരം മേജർ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെടുന്ന ഡബിൾ ബോണ്ടിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്ന കാർബൺ ആറ്റമാണ് ഈ ബീറ്റ എലിമിനേഷന് വേണ്ടി പ്രിഫർ ചെയ്യപ്പെടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഒരു ബീറ്റ ഹൈഡ്രജനിൽ ആൽക്കൈൽ ഗ്രൂപ്പേ ഇല്ല. അതായത് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ്, ഇവിടെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രോമിൻ ഉള്ളത്. അതിൽ ഒന്നാമത്തെ കാർബൺ ആറ്റം ഒരു ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടില്ല. മൂന്നാമത്തെ കാർബൺ ആറ്റം 2 ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ബീറ്റ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യപ്പെടുക? ഈ മൂന്നാമത്തെ കാർബണിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നാണ് എലിമിനേറ്റ് ചെയ്യപ്പെടുക. കാരണം അതുമായിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് സൈഡ്സെഫ് റൂളിൽ പറയുന്നത്. റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, ആൽക്കൈൽ ക്ലോറൈഡും ആൽക്കൈൽ ബ്രോമൈഡും ആൽക്കൈൽ അയഡൈഡും ഒക്കെ റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഗ്രിഗ്നാർഡ് റിയേജൻ. നമുക്ക് പരിചയമുള്ള RMGX എന്നാണ് ഗ്രിഗ്നാർഡ് റിയേജൻ്റെ കോമൺ നെയിം. അത് പ്രിപ്പയർ ചെയ്യുന്നത് ആൽക്കൈൽ ഹാലൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് മെഗ്നീഷ്യം CH3CH2Br. ആൽക്കൈൽ ഹാലൈഡ് മെഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് കിട്ടും. അതാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. വുഡ്സ് റിയാക്ഷൻ ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കെയിന് കിട്ടും. ഇത് ആൽക്കെയിൻ്റെ ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഹൈഡ്രോ കാർബൺ കണ്ടെയ്നിങ് ഡബിൾ ദി നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്രസൻറ്റ് ഇൻ ദി ഹാലൈഡ് ഈസ് ഫോംഡ്. അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് റിയാക്ട് നമ്മൾ ആൽക്കൈൽ ഹാലൈഡിൽ എത്ര ആൽക്കെയിൻ ഉണ്ടോ അതിൻ്റെ ഇരട്ടി എണ്ണം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽക്കൈൽ ഹാലൈഡാണ് ആൽക്കെയിനാണ് പ്രോഡക്റ്റായിട്ട് കിട്ടുക. അവിടെ 2RX പ്ലസ് 2Na ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ വി വിൽ ഗെറ്റ് RR. രണ്ട് പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പ് പരസ്പരം അറ്റാച്ച് ചെയ്യപ്പെടും, പ്ലസ് 2NaX എന്നുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അടുത്ത റിയാക്ഷൻസ് ഓഫ് ഹാലോ അറീൻസ്. നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ആൽക്കെയിൻ്റെ റിയാക്ഷൻസ് ആണ്. ഇവിടെ പറയുന്നത് ഹാലോ അറീൻസിൻ്റെ റിയാക്ഷൻസ് ആണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. നോക്കുക, ഹാലോ അറീൻസ് ആർ മച്ച് ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡ്യൂ ടു ദി ഫോളോയിങ് റീസൺ. 4 മാർക്കിൻ്റെ വരെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹാലോ അറീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ? ഒന്നാമത്തെ റീസൺ, ഇൻ ഹാലോ അറീൻസ് ദ ബെൻസീൻ റിംഗ് അണ്ടർഗോസ് റെസൊണൻസ് ആൻഡ് ആസ് എ റിസൾട്ട് CX bond acquires a partial double bond character, therefore it becomes difficult to break CX bond. ഹാലോ അറീൻസിൽ ഹലജനും അരോമാറ്റിക് റിങ്ങും തമ്മിൽ ഡബിൾ ബോണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. കാരണം അവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം ദാറ്റ് ഈസ് ഡ്യൂ ടു ദി റെസൊണൻസ്. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് മുമ്പ്. നോക്കുക, ഇങ്ങനെ ഈ റെസൊണൻസ് സ്ട്രക്ചർ ക്ലോറോബെൻസീൻ ആണെങ്കിലും അല്ലെങ്കിൽ ഹാലോ അറീൻസ് ഏതാണെങ്കിലും അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ എടുക്കുമ്പോൾ ഹലജനും ഈ ബെൻസീൻ റിങ്ങും തമ്മിൽ പാർഷ്യൽ ഡബിൾ ബോണ്ടാണ് റെസൊണൻസ് മൂലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അതാണ് ഹാലോ അറീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഹലജനെ ലോസ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ ഒന്നാമത്തെ റീസൺ എന്താണ്? ദി ഹാലോ അറീൻസ് ദി ബോണ്ട് ബിറ്റ്വീൻ ദി ഹലജൻ ആൻഡ് ബെൻസീൻ റിംഗ് aromatic ring is partially double bond in character due to resonance effect. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, ഇൻ ഹാലോ അറീൻസ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ആൻ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം. ഹലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഹാലോ അറീൻസിൽ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റവുമായിട്ടാണ്. നമുക്കറിയാം sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൽ S ക്യാരക്ടർ 33% S ക്യാരക്ടറാണ്. sp3യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ 25% മാത്രമേ എന്തുള്ളൂ അതിൻ്റെ S ക്യാരക്ടറുള്ളൂ. വെൻ S ക്യാരക്ടർ ഇൻക്രീസസ് ദി ഇലക്ട്രോൺ പെയർ held the
കാർബൺ ആറ്റം CX ബോണ്ടിൽ കാർബൺ ആറ്റം ഹലജൻ ആറ്റത്തെ കൂടുതൽ ശക്തിയായിട്ട് ഹോൾഡ് ചെയ്യപ്പെടും. Okay, since an sp2 hybridized carbon has more s character than sp3 hybridized carbon, the former is more electronegative than later. ആദ്യത്തെ എന്തായിരിക്കും? മറ്റേതിനേക്കാളും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കും. അതായത് sp3യേക്കാളും ഇലക്ട്രോനെഗറ്റീവ് ക്യാരക്ടർ sp2 ആണ് കാണിക്കുക. ആസ് എ റിസൾട്ട് ദി ഇലക്ട്രോൺ പെയർ ഓഫ് CX ബോണ്ട് ഈസ് ഹെൽഡ് ബൈ കാർബൺ. അതുകൊണ്ട് തന്നെ CX ബോണ്ടിലെ CX ബോണ്ടിലെ ഇലക്ട്രോണിനെ ദി ഇലക്ട്രോൺ പെയർ ഓഫ് CX ബോണ്ട് ഈസ് ഹെൽഡ് ബൈ കാർബൺ ആറ്റം മോർ ടൈറ്റ്ലി ഇൻ ഹാലോ അറീൻസ് ദാൻ ഹാലോ ആൽക്കീൻസ്. അതായത് sp2 ഹൈബ്രിഡൈസേഷനിൽ S ക്യാരക്ടർ കൂടുതലായതുകൊണ്ട് കാർബണ് sp3യേക്കാളിലെ കാർബണേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ CX ബോണ്ടിലെ ഇലക്ട്രോണിനെ sp3യിലെ കാർബണേക്കാളും കൂടുതൽ ടൈറ്റായിട്ട് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ പിടിച്ചു വെക്കും. അതാണ് അതിനുള്ള റീസൺ. Therefore the CX bond become shorter in halo arenes and become stronger. ഇവിടെ കൊടുത്തിട്ടുണ്ട് sp2 ഹൈബ്രിഡൈസർ ആണ്, മറ്റേത് sp3 ഹൈബ്രിഡൈസർ ആണ്. അപ്പോൾ sp2 ഹൈബ്രിഡൈസർ ആകുമ്പോൾ S ക്യാരക്ടർ കൂടും. S ക്യാരക്ടർ കൂടുമ്പോൾ അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും കാർബണ്. അതുകൊണ്ട് ആ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കൂടുതൽ അടുത്തേക്ക് പിടിച്ചു വെക്കും, ഹോൾഡ് ചെയ്യും. പിടിച്ചു വെക്കുന്നതുകൊണ്ട് ആ ബോണ്ട് ഷോർട്ടർ ആയിരിക്കും, സ്ട്രോങ്ങർ ആയിരിക്കും. ആ ബോണ്ട് കാർബൺ ഹലജൻ ബോണ്ട് സ്ട്രോങ്ങർ ആവും. അതാണ് രണ്ടാമത്തെ റീസൺ. അടുത്തത് ദി ഫിനൈൽ കാറ്റയോൺസ് ഫോംഡ് ബൈ ദി സെൽഫ് അയണൈസേഷൻ ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ഹെൻസ് SN1 മെക്കാനിസം ഈസ് അവോയ്ഡഡ്. ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ SN1 മെക്കാനിസം നടക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? കാറ്റയോൺ ഉണ്ടാണ്. അപ്പോൾ ഉണ്ടാകുന്ന കാറ്റയോൺ ഏതാ? ഫിനൈൽ കാറ്റയോൺ ആണ്. ഫിനൈൽ കാറ്റയോൺസിൻ്റെ പ്രത്യേകത ആർ അൺസ്റ്റേബിൾ. അതുകൊണ്ട് SN1 മെക്കാനിസത്തിൽ അരോമാറ്റിക് ഹലോ അറീൻസ് കാർബോ കാറ്റയോൺസ് ഫോം ചെയ്യുന്നില്ല. ഇലക്ട്രോൺ റിച്ച് ന്യൂക്ലിയോഫൈൽ കനോട്ട് അപ്രോച്ച് ഇലക്ട്രോൺ റിച്ച് അറീൻസ് ഡ്യൂ ടു റിപ്പൾഷൻ. നമുക്കറിയാം ഈ അരോമാറ്റിക് റിങ്ങിൻ്റെ മുകളിലും താഴെയായിട്ട് എന്തുണ്ട്? പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്. ആ പൈ ഇലക്ട്രോൺ ക്ലൗഡിലേക്ക് ഒരു ന്യൂക്ലിയോഫൈൽ, നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫൈൽ പുറത്തുനിന്ന് വരുമ്പോൾ റിപ്പൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ 4 റീസൺസ് ആണ് aryl halides are, aromatic haloarenes are less reactive towards nucleophilic substitution reaction. ഒന്ന്, due to resonance, the bond between carbon and halogen is partial in character. രണ്ടാമത്തത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബണിൻ്റെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ ബോണ്ട് ഷോർട്ടറും സ്ട്രോങ്ങറും ആയിരിക്കും. മൂന്നാമത്തെ ഫിനൈൽ കാറ്റയോൺസ് ആർ അൺസ്റ്റേബിൾ. നാലാമത്തത് the aromatic ring is already has pi electron cloud. The incoming nucleophile will repel by the pi electron cloud.